നല്ല രുചിയുള്ള കക്ക റോസ്റ്റ് ഉണ്ടാക്കിയാലോ നമുക്ക്. ഇതിനു വേണ്ടിയിട്ട് കക്കയിന് ആദ്യം മസാല ചേർത്ത് വേവിച്ചെടുക്കുക. 1/2 കിലോ കക്കയിറച്ചിക്ക് മസാലയ്ക്കായി 2 ചുള വെളുത്തുള്ളി, ഒരിടത്തരം കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, 1/2 സ്പൂൺ മുളകുപൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഉപ്പ് എല്ലാം കൂടി ചേർത്ത് പേസ്റ്റ് ആക്കിയിട്ട് കക്കേനെ തിരുമിയതിന് ശേഷം കുക്കറിലിട്ട് ഹൈ ഫ്ലെയിമിൽ 3 തവണ വിസിലടിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി കുറഞ്ഞതൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. എനിക്ക് പുഴക്കക്കയാണ് കേട്ടോ കിട്ടിയത്. പുഴക്കക്കയ്ക്ക് വേവ് കൂടുതലാണ്. ചീനച്ചട്ടി ചൂടാവുമ്പോൾ 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം 2 പിടി ചുവന്നുള്ളി ചതച്ചിടുക. ഒന്ന് മൂപ്പാവുമ്പോൾ, അതായത് പച്ചമണം മാറുമ്പോൾ 2 സവാള അരിഞ്ഞത് ചേർക്കുക. കൂടെ വേപ്പിലയും ചേർക്കുക. അതിന്റെ പച്ചമണം മാറുമ്പോൾ 2 തക്കാളി അരിഞ്ഞ് ചേർക്കുക. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഉപ്പ് ചേർത്താലേ പെട്ടെന്ന് വഴറ്റി കിട്ടും. കക്കയിറച്ചിയിൽ കാൽസ്യം കൂടുതലാണ്. എല്ലിന് ബലം കിട്ടാൻ ഇത് കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെങ്കിൽ ചിലർക്ക് ഇത് പറ്റില്ല. അപ്പൊ നോക്കിയിട്ട് കഴിച്ചാൽ മതി. മസാല മൂപ്പത്തി കഴിഞ്ഞാൽ ബ്രൗൺ നിറമാകുമ്പോൾ വേവിച്ച് വച്ച കക്കേനെ ചേർക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് ഹൈ ഫ്ലെയിമിൽ നന്നായി ഇളക്കിയതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് തേങ്ങാക്കൊത്ത് നട്ട്സൊക്കെ ഇതിലോട്ട് ചേർക്കാട്ടോ. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞാല് കക്കയില് മസാല പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് മസാലയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാട്ടോ, നമ്മുടെ രുചിക്ക് അനുസരിച്ചിട്ട്. പിന്നെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ചൂടുവെള്ളമൊക്കെ ആഡ് ചെയ്ത് ജ്യൂസി ആക്കാം. ഇനി ജ്യൂസി വേണ്ട, റോസ്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ ചെയ്യുന്തോറും ഫ്രൈ ആയിട്ട് വരും. കക്ക ഫ്രൈ, ഒരു വടിക്ക് 2 പക്ഷി എന്നൊക്കെ പറഞ്ഞ പോലെ കക്ക റോസ്റ്റ്, കക്ക ഫ്രൈ. ഇനി 3 പക്ഷിയാക്കാം. കുറച്ചുകൂടി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ കക്ക കറിയായി. നമ്മളുടെ രുചിക്കനുസരിച്ച് ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാട്ടോ. ഈ കക്കയുടെ സ്ഥാനത്ത് നമുക്ക് ഇറച്ചിയും ചിക്കനും മീനൊക്കെ നമുക്ക് ഇതുപോലെ റോസ്റ്റും ഫ്രൈ ഒക്കെ ആക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.